മലയാളി മനസ്സിൽ ഒരേ സമയം വിജ്ഞാനവും വിസ്മയവും ഒരുക്കുന്ന അശ്വമേധത്തിന് ഇന്ന് 50ന്റെ നിറവ്. ഇത് യൂണിറ്റേസ്റ്റ് അശ്വമേധം പവർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ ടെക്നോലാബ്, മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി, മൈജി ആൻഡ് SBI. സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. താങ്ക് യു. 1/4 നൂറ്റാണ്ട് കാലമായി കേരളം അതിൻ്റെ വിജ്ഞാന സാരഥിയായി സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് സ്വാഗതം ചെയ്യുന്നു. മെലിഞ്ഞും തളർന്നും കുതിച്ചും കിതച്ചും ശതവാഹിനി പുഴകളായി പരിണമിച്ചും അറിവ് മനുഷ്യ സമൂഹത്തിലൂടെ എക്കാലത്തും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ വിജ്ഞാനയാത്ര ഏറ്റവും അഭിമാനകരമായ 50ന്റെ നിറവിലെത്തുമ്പോൾ അത്യധികം ആഹ്ലാദത്തോടെ, ഒപ്പം നവമാധ്യമങ്ങളിലടക്കം നിങ്ങൾ നൽകുന്ന ശക്തമായ പിന്തുണയ്ക്ക് ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിൻ്റെ ആവർത്തനങ്ങൾ കൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് ഗോൾഡൻ ജൂബിലി എപ്പിസോഡ്, ഈ 80ാം അധ്യായത്തിലേക്ക്. യൂണിറ്റേസ്റ്റ് അശ്വമേധം പവർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, മിൽമ, ലൂമിനാർ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി, മൈജി ആൻഡ് SBI. അറിവ് പോലെ തന്നെ മനുഷ്യ മനസ്സിനെ വിമലീകരിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ആയുധം ലായനി, അതൊക്കെ സംഗീതമാണ്. മനുഷ്യ മനസ്സുകളിലെ ജീവാംശമായി പടർന്നു കയറുന്ന സംഗീതത്തിൻ്റെ ലഹരി എല്ലാ കാലത്തും വിവിധ തലമുറകളെ ആനന്ദിപ്പിച്ചിട്ടുണ്ട്, അഭിരമിപ്പിച്ചിട്ടുണ്ട്. വർത്തമാനകാല കേരളത്തിൻ്റെ ലോകത്തിൽ അന്യഭാഷകളിലുമൊക്കെ ഏറെ ശ്രദ്ധേയനായ ഒരു ഗായകൻ തൻ്റെ ഉജ്ജ്വലമായ ആലാപന മികവുകൊണ്ട് ആരാധകരുടെ ഹൃദയത്തിൽ അവാച്യമായ അനുഭൂതി പകർന്നുകൊണ്ടേയിരിക്കുന്നു. ഉജ്ജ്വലമായ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഈ ഇളമുറക്കാരൻ സപ്തസ്വരങ്ങൾ കൊണ്ട് തീർക്കുന്ന ഇന്ദ്രജാലം യുവ ആസ്വാദകരുടെ ഹൃദയത്തിൽ ഒരു സിംഹാസനം തന്നെ ആ യുവാവിന് ചാർത്തിക്കൊടുത്തു. ജീവാംശമായി എന്ന തീവണ്ടിയിലെ ഗാനം ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ തന്നെ മലയാളികൾ തിരിച്ചറിഞ്ഞിരുന്നു, വരും കാലത്തിൽ സംഗീതത്തിൻ്റെ മേഘജാലങ്ങൾ ഒരുക്കും ഈ കൂട്ടുകാരൻ. ARM എന്ന സിനിമയിലെ കിളിയെ തത്തക്കിളി എന്ന പാട്ടിലൂടെ ഏറ്റവും പുതിയ ഗാനവും ആലപിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊണ്ട ആ സുഹൃത്തിനെ, ആ കൂട്ടുകാരനെ, ആ കലാകാരനെ നമുക്ക് ഈ വേദിയിലേക്ക് 50ാം എപ്പിസോഡിൻ്റെ അതിഥിയായി സ്വാഗതം ചെയ്യാം. യുവ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം കൊണ്ട ആ കലാ ഉപാസകൻ, ആ ഗായകൻ, അനുഗ്രഹീതനായ ആ പ്രതിഭ ഹരിശങ്കർ, വാക്ക് ഇൻ പ്ലീസ്. Thank you. Welcome to the show. Thank you so much. Please. ഹരിശങ്കർ, നമസ്കാരം. അശ്വമേധത്തിൻ്റെ ഈ ഗോൾഡൻ ജൂബിലി എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ അതിഥിയായി ഒരുപാട് തിരക്കുകൾക്കിടയിൽ എത്തിയതിൽ സന്തോഷം. താങ്ക് യു. ഇതിനു വേണ്ടിയാണ് ഇന്ന് മദ്രാസിൽ നിന്ന് വന്നത്. അതെ. നന്ദി. താങ്ക് യു. കുട്ടിക്കാലം മുതൽ അശ്വമേധം കാണാറുണ്ട്. ഒരുപാട്. തീരെ ചെറിയ പ്രായത്തിൽ പയ്യാമയും കുർത്തയും ഒക്കെ ഇട്ട ഒരു കൊച്ചുകുട്ടി മൈക്കിന് മുന്നിൽ നിന്ന് പാടി ജനഹൃദയങ്ങളെ കീഴടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയൊരു കലാപാരമ്പര്യത്തിൻ്റെ സ്നേഹസമൃദ്ധമായ ഭാരം കൂടിയാണ് കലാലോകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഹരിശങ്കറിനുള്ളത്. മലബാർ ഗോപാലൻ നായരെന്ന ആദരണീയനായ സംഗീതജ്ഞൻ മുതുമുത്തച്ഛൻ, ഓമനക്കുട്ടി ടീച്ചർ, ശ്രീ MG രാധാകൃഷ്ണൻ, ശ്രീ MG ശ്രീകുമാർ എന്നിവർ മുത്തശ്ശന്മാർ. അതെ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് മടങ്ങിപ്പോയ അനുഗ്രഹീതനായ കലാകാരൻ ആലപ്പി ശ്രീകുമാർ അച്ഛൻ. പിന്നെയും എല്ലാവരും, ആ കുടുംബത്തിലെ എല്ലാവരും, പത്മജ ചേച്ചി അടക്കം എല്ലാവരും കലയുമായി വളരെ അറ്റാച്ച്ഡ് ആയ ആളുകൾ. എൻ്റെ അമ്മ ലക്ഷ്മി, ശ്രീമതി ലക്ഷ്മി, അനിയൻ, എല്ലാവരും മ്യൂസിക്കിലാണ്. അപ്പോൾ ഹരിശങ്കർ അശ്വമേധം കാണാറുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ? ഞാൻ പറഞ്ഞില്ല, കാരണം എൻ്റെ അമ്മമ്മ ഒക്കെ പോകുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മമ്മ എനിക്കൊന്ന് അന്ന് ജയിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് അത് ഇപ്പോഴും പറയാറുണ്ട്, ഞാൻ ജയിച്ചു, നീ അതുകൊണ്ട് ഭയങ്കര ടഫായിട്ടുള്ളതൊക്കെ എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആദ്യം എനിക്ക് പഠിക്കാൻ പറ്റുന്നത് ഞാൻ എടുത്തിട്ട് പോവാം. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ആക്ച്വലി ഇരുന്ന് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടാണ് എന്നെ വിട്ടിരിക്കുന്നത്.
ഭയങ്കര സ്പെഷ്യലാണ് അശ്വമേധം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിക്ക്. ഞാൻ കൊച്ചിലേ കാണുമായിരുന്നു. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ഏതാ? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പാടിയത് ഒന്ന് വിനീത് ശ്രീനിവാസൻ അടുത്ത് ഡയറക്റ്റ് ചെയ്യുന്ന മൂവി. അത് ടൈറ്റിൽ ഇപ്പോഴും ആയിട്ടില്ല. അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ലവ്ലി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാത്യു തോമസ് അഭിനയിച്ചൊരു മൂവി. അതാണ് ഇപ്പോൾ അടുത്ത 2 അപ്കമിങ് റിലീസ്. ആദ്യത്തെ പാട്ട് ആദ്യത്തെ പാടിച്ച ഞാൻ കൊച്ചിലെ പാടുന്നത് താത്തയ്ക്ക് വേണ്ടിയായിരുന്നു. MG രാധാകൃഷ്ണൻ താത്തയാണ് ആദ്യം ഒരു ഫിലിമിൽ പാടിക്കുന്നത്. പിന്നീട് എനിക്കൊരു റീഇൻട്രൊഡക്ഷൻ തന്നത് ഔസേപ്പച്ചൻ സാറാണ്. സാറും ഷാൻ റഹ്മാനും ഇവരുടെ രണ്ടുപേരുടെയും പാട്ടിൽ പാടിക്കൊണ്ടാണ് പിന്നീട് ഒരു എൻട്രി എനിക്ക് ഫീൽഡിൽ കിട്ടുന്നത്. കുഴപ്പമില്ല പോകുന്നു. നമുക്ക് ഈ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജീവാംശമായി രണ്ടുപേരും മൂളിയിട്ട് ആയിക്കോട്ടെ. ഈ 50ാം എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ ഈ വൈജ്ഞാനിക യാത്രയിൽ ഹരിശങ്കർ മൂളുന്ന ജീവാംശത്തിൻ്റെ സംഗീതം ഈ സദസ്സിന് കൂടുതൽ സന്തോഷം പകരും ശ്രോതാപ്രേക്ഷകർക്കും. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറന്തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. ഫെല്ലിനി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അതെ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ആക്സിഡൻ്റൽ കോയിൻസിഡൻസുകൾ. നോക്കൂ, അവന് ജനിച്ചപ്പോൾ പേരിട്ടത് ഫെല്ലിനി എന്നാണ് അല്ലേ? അതെ. പേര് മാറ്റിയതല്ലല്ലോ. അല്ല, ഫെലിനി എന്ന് തന്നെയാണ്. അതെ. ഒരു വലിയ കലാകാരൻ്റെ ഒരു വലിയ മേക്കറിൻ്റെ പേരാണ് ഫെല്ലിനി. അങ്ങനെ തന്നെ വരികയും ചെയ്തത്. അതെ അതെ അതെ. ഹരിശങ്കർ, അശ്വമേധത്തിൻ്റെ ആദ്യ ഘട്ടം ഇപ്പോൾ പുതിയ ഫോർമാറ്റിൽ ഒരു ചെറിയ ചടങ്ങുണ്ട്. അറിഞ്ഞു. ഞാനല്ല, ഹരിശങ്കറാണ് ഗ്രാൻഡ് മാസ്റ്റർ. ഓക്കെ. അപ്പോൾ ചില സൂചനകൾ തരും ഒരു ഉത്തരത്തിലേക്ക് എത്താൻ. പോകാം. പഠിച്ചതൊക്കെ എന്തായിരുന്നു? ഞാൻ കോളേജ് PMS ഡെൻ്റൽ കോളേജിലാണ് ട്രിവാൻഡ്രത്ത് പഠിച്ചത്. ഡെൻറ്റിസ്റ്റാണ്. BDS ഡിഗ്രി എടുത്തു. അതായിരുന്നു എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ. പിന്നെ പാട്ടിലോട്ട് ഇറങ്ങി. രാജകൃഷ്ണൻ സൗണ്ട് എഞ്ചിനീയറിംഗ് വല്ലതും ചെയ്തിട്ടുണ്ടോ താങ്കളുടെ പാട്ടിന്? ഉറപ്പായും ഇഷ്ടം പോലെ. രാജേട്ടൻ എൻ്റെ ഒരുപാട് പടങ്ങൾ ചേട്ടനാണ് ഫൈനൽ മിക്സ് ചെയ്യാറുള്ളത്. എല്ലാ മേജർ മൂവീസും ഇപ്പോൾ ARM രാജേട്ടനായിരുന്നു ചെയ്തത്. അതിരൻ, പവിഴമഴയുടെ തിയേറ്റർ മിക്സ്, അങ്ങനെ ഒരുപാട്. ഇപ്പം ഞാൻ ചേട്ടനെ വിളിക്കും, പാട്ട് നല്ല അടിപൊളിയായിട്ട് തിയേറ്ററിൽ കേൾപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. +2 ആയിരുന്നോ? ഏത്? പ്രീ ഡിഗ്രി ആയിരുന്നോ പഠിച്ചത്? ഞാൻ +2 ആയിരുന്നു. +2 ആയിരുന്നു. എന്തായിരുന്നു പഠിച്ചത്? ഞാൻ ബയോസൈക്കോളജി ആയിരുന്നു. പക്ഷേ എന്തിനായിരുന്നു ഞാൻ പഠിച്ചതെന്ന് എനിക്കറിയില്ല. മാത്സ് എനിക്ക് കുറച്ച് പ്രയാസമായിരുന്നു. അതാണ് ഞാൻ സൈക്കോളജി എടുത്തത്. ബട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ അന്ന് മെഡിസിൻ എനിക്കാണെങ്കിൽ താങ്കളെ ഒന്ന് കുഴപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പറയാം. ഓക്കെ. ആദ്യ മേഖലയിലേക്ക് മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട ഈ കലാകാരനോടൊപ്പം, ഹരിശങ്കറിനോടൊപ്പം വിജയം ഒരുപാട് ഉയരങ്ങൾ സമ്മാനിക്കുമ്പോഴും ലതകൾ കുനിയുന്നു ഫലാഗമത്താൽ എന്ന കവിവാക്യം അന്വർത്ഥമാക്കി വിജയം മുഖമുദ്രയാണെങ്കിലും വിനയം ജീവിതഭാവമാക്കി സൂക്ഷിക്കുന്ന ഈ കലാകാരനോടൊപ്പം ഞാനല്ല, താങ്കളാണ് ഗ്രാൻഡ് മാസ്റ്റർ. ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. എന്തായാലും പാട്ടുപാടി എനിക്ക് പാട്ടുകാരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് അറിവുള്ളവരെ തീരെ ഇഷ്ടമല്ല. ഭയങ്കര അറിവുള്ളവർ. പാട്ടുകാരോടുള്ള അസൂയ പോലെ ആകെ അസൂയ തോന്നുന്നത് പാട്ടുകാരോടാണ്. ശരി. ഏതോ സിനിമയിൽ പറയുന്നത് പോലെ നല്ല തല്ലുകാരോടും പാട്ടുകാരോടും പറയുന്നത് ചുമ്മാ പറഞ്ഞതാ കേട്ടോ. രാഷ്ട്രീയ ചേട്ടൻ്റെയൊക്കെ സംഗീതം എന്ന് പറഞ്ഞാൽ നോക്കൂ, ഗദ്യ കവിതകൾ കൂടുതൽ എഴുതിക്കൊണ്ടിരുന്ന, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു കവിയുണ്ട് പഴയുള്ള മേശൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഗദ്യ കവിത ആണ് കൂടുതൽ എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഒരു ചെറുപ്പക്കാരൻ, ഒരല്പം ബിക്കൊക്കെ ഉള്ള ചെറുപ്പക്കാരാണ്, ആലോചിച്ച് നോക്കണം. ചെറിയ സ്റ്റാമറിങ് ഒക്കെ ഉള്ള, എന്നാൽ നന്നായി പാടുമ്പോൾ വിക്കില്ല. ഒരു ചെറുപ്പക്കാരൻ അതിനൊരു സംഗീതം വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ കവിത കൊണ്ട് കൊടുത്തപ്പോൾ ആ കവിത രാധാകൃഷ്ണൻ ചേട്ടൻ സംഗീതം പകർന്നു. കേരള സർവകലാശാലയുടെ ലളിതഗാന മത്സരത്തിൽ 1ാം സമ്മാനം നേടി ഞങ്ങൾ പഠിക്കുമ്പോൾ കുട്ടി. അവൻ്റെ പേര് ഗോകുൽ എന്നായിരുന്നു. അറിയോ ഗോകുലിനെ? അറിയാൻ വഴിയില്ല. ആ പാട്ട് ചുണ്ടിൽ വിരൽ തൊട്ട് രക്തം തുടുപ്പിക്കും ഇന്ദ്രജാലം എന്ന് തുടങ്ങുന്ന പാട്ടാണ്.
ശരി. ഇത് മനോഹരമായിട്ടാണെന്നോ അതിൻ്റെ സംഗീതം ചെയ്തത് രാഷ്ട്രീയം? ഉറപ്പായും. അയ്യോ, എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ താത്താന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം നേരിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം സംഗീതം ചെയ്യുന്നത് ഞാൻ നേരിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം ഹൃദയത്തിൽ ഇടം കൊണ്ട ആളുകളായിരുന്നു. ഉറപ്പായും. മണിച്ചിത്ര തളിലെ ആയാലും ഒക്കെ. അപ്പോൾ എന്തായാലും അവരുടെ എല്ലാം ആത്മാവുകളുടെ മുന്നിൽ ആദരവോടെ പ്രണമിച്ചുകൊണ്ട് ആ മഹാന്മാരായ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ മുൻ തലമുറയിലുള്ളവരെല്ലാം ആദരവോടെ പ്രണമിക്കുമ്പോൾ തന്നെ താങ്കളോട് എന്നോട് പരിഭവം തോന്നരുത് എന്ന മുൻകൂർ അപേക്ഷയോടെ പറയട്ടെ, ഹരിശങ്കർ പഠിക്കാൻ പ്രയാസപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആദ്യ റൗണ്ട്. കണക്കായിരിക്കും. ഒന്നാമത്തെ സൂചന ഇതാ. ഞാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കൂ ഇപ്പോൾ ഹരിശങ്കർ. ഉറപ്പായിട്ടും. ഹരിശങ്കർ, 2 സംഖ്യകളുടെ പൂർണ്ണവർഗങ്ങൾ കൂട്ടിയാൽ, അതായത് ഇപ്പോൾ 3² അധികം 2², 4² അധികം 6², അല്ലെങ്കിൽ 1² അധികം 1², ഇങ്ങനെ 2 സെറ്റ് സംഖ്യകളുടെ വർഗങ്ങൾ കൂട്ടിയാൽ ഒരേ സംഖ്യ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. അതായത് ആൻസറാണ് ഞാൻ പറയേണ്ടത് ഇതിൻ്റെ. ഇതിപ്പോൾ കാണുന്ന എല്ലാവരും പറഞ്ഞു കാണും അല്ലേ? ഇല്ല, അത്ര എളുപ്പമല്ല. അടുത്ത സൂചനയിലേക്ക് പോവാം. ഉറപ്പായും. നെക്സ്റ്റ് ക്ലൂ. ഫിസിക്സും പഠിച്ചില്ല. ഫിസിക്സ് കുഴപ്പമില്ല. അത്യാവശ്യം. ഫിസിക്സിലെ നമ്മുടെ ന്യൂക്ലിയർ ഫിസിക്സിലെ മാജിക് നമ്പേഴ്സ് അറിയാലോ? മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് എസ് ഷെൽ, ഒരു ഷെല്ലിൽ കംപ്ലീറ്റ് ചെയ്യുന്ന നമ്പർ ന്യൂക്ലിയോൺസ് SPDF എന്ന് പറയുന്ന ആ ഷെൽ ഫോർമാറ്റിൽ എസ്സില് പിയില് ഡിയില് ഇങ്ങനെ എസ്സില് 2 അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന സംഖ്യകളെയാണ് ന്യൂക്ലിയർ ഫിസിക്സിലെ മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. 7 മാജിക് നമ്പേഴ്സ് ഉണ്ട്. അതിലൊരു മാജിക് നമ്പർ കൂടിയാണ് ഈ നമ്പർ. അറിയില്ല. മൂന്നാമത്തെ ക്ലൂയിലേക്ക് പോവാം. കോവിലൊക്കെ പോകാറുണ്ടോ? മൂകാംബിക പോകാറുണ്ടോ? ഇടയ്ക്ക്. മൂകാംബിക ദേവി 3 രൂപങ്ങളാണെന്നാണല്ലേ? 3 ദേവീ രൂപങ്ങൾ ഏതൊക്കെയാണ്? എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ലക്ഷ്മി, അറിയില്ല. സരസ്വതി, ദുർഗ അല്ലേ? മൂന്നാമത്തെ സൂചന. അക്കോർഡിംഗ് ടു ഹിന്ദു മിത്തോളജി, ലക്ഷ്മി ദേവിക്ക് ഈ നമ്പർ എത്രയാണോ അത്രത്തോളം പര്യായങ്ങളുണ്ട് എന്നാണ്. ഒരു ക്ലൂ എനിക്ക് ചോദിക്കാൻ പറ്റുമോ? അതങ്ങനെ ഇല്ല. ചോദിച്ചു. ഇത് ഒരു 1 ഡിജിറ്റ് നമ്പർ ആണോ? അല്ല. അടുത്ത ക്ലൂ തരാം. ഓക്കെ, ശരി. ഇതെന്താ ഞാൻ ഇങ്ങനെ ഹിന്ദു മിത്തോളജി മാത്രം പറഞ്ഞതല്ലേ? അങ്ങനെയല്ല. എന്നാ നോക്കാം അടുത്ത ക്ലൂ. ബിബ്ലിക്കൽ കണക്കുകൾ അനുസരിച്ച് ഈ സംഖ്യ ഫ്രീഡം, റിലീസ്, കംപ്ലീഷൻ ഓഫ് എ സൈക്കിൾ എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. സത്യത്തെ ഹരിശങ്കരനോട് നല്ല ദേഷ്യം ഉള്ളി തോന്നുന്നില്ല? ഇതെന്തിനാ? വേറെ എന്തെല്ലാം ചോദിക്കാമായിരുന്നു. മമ്മൂട്ടി മോഹൻലാലൊക്കെയാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത്. കണക്കാ. എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാൽ 5ാമത്തെ ക്ലൂ, അവസാനത്തെ ക്ലൂ. ഈ സംഖ്യ ഇതിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇത് ഗോൾഡാണ്. അശ്വമേധത്തിന്റെ ഈ എപ്പിസോഡിൽ എനിക്ക് ഇതല്ലാതെ മറ്റൊരു സൂചന ഹരിശങ്കറിനോട് ചോദിക്കാൻ പറ്റുമോ? 2 ഡിജിറ്റ് അല്ലേ? അതെ, 24 ആണ്. ഈ സംഖ്യ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. ഈ സംഖ്യ ഗോൾഡിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഗോൾഡൻ. ഇത് ഞാൻ തെറ്റിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിക്കില്ലല്ലോ. 50 പറഞ്ഞോ? 50. ശരിയാണ് ഹരിശങ്കർ. 50. നോക്കൂ, ആദ്യം പറഞ്ഞത് 2 സെറ്റ് വർഗങ്ങളുടെ 5² + 5² 50 ഒപ്പം 7² + 1² 49 50. അങ്ങനെ 2 സെറ്റുകളുടെ ഏറ്റവും ചെറിയ തുക, ഏറ്റവും തുകയായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ 50. രണ്ടാമത് ഞാൻ തന്ന സൂചന SPDF 2, 50, 28 എന്നിങ്ങനെ പോകുന്നു. ഈ പൂർത്തീകരിക്കുന്ന ന്യൂക്ലിയർ ഫിസിക്സിലെ നമ്പർ. ലക്ഷ്മി ദേവിക്ക് 50 പര്യായങ്ങളുണ്ട് എന്നാണ് ഹിന്ദു മിത്തോളജി. ബൈബിൾ പറയുന്നു റിലീസിൻ്റെയും ഫ്രീഡത്തിൻ്റെയും കംപ്ലീഷൻ ഓഫ് സൈക്കിളിൻ്റെയും നമ്പറാണ് 50. 5ാമത് ഞാൻ നൽകിയ സൂചന ഗോൾഡൻ ജൂബിലി. അത് പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ 50ാം എപ്പിസോഡിൽ 50 എന്ന നമ്പറിനെ കുറിച്ച് ചോദിച്ചു പോയതിൽ എന്നോട് പരിഭവമില്ലല്ലോ. കുഴപ്പമില്ല, കാരണം ഇതൊരു ജെനുവിൻ സംഗതിയാണ്. ഞാൻ വിചാരിച്ചു ഒരു നമ്പറാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ
നമ്പറോ ഇയാൾ എന്തിനാ എന്നോട് നമ്പർ ചോദിച്ചു? ഇത് 50 എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ 50 എന്ന് പറയുന്നത് വിചാരിച്ചു. അങ്ങനെ പറയാത്തതിന് ഒരു പണിഷ്മെന്റ്, ഒരു പാട്ട് പാടാനുണ്ട്. അതെ. ഓക്കെ, ഏതാണ് ചേട്ടാ വേണ്ട? താങ്കളുടെ ചേട്ടൻ്റെ മാസ്റ്റർ പീസ് രാജാകൃഷ്ണൻ ഫൈനൽ മിക്സ് ചെയ്ത പാട്ട് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ശരി. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം സാധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകും ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ആ താരകങ്ങളെയൊക്കെ കേൾക്കാൻ എന്തൊരു ഭംഗിയാണ്. അനീഷ പ്ലീസ്. പിന്നെ ഇപ്പോൾ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഞാനിപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. ട്രിവാൻഡ്രത്തിൻ്റെ തറവാട്ടിൽ എൻ്റെ അമ്മ, അമ്മൂമ്മ, അനിയൻ, പിന്നെ ഞാനും വൈഫും പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും. വൈഫിൻ്റെ പേരെന്തായിരുന്നു? ഗാഥ സിദ്ധാർത്ഥൻ. ഗാഥ സിദ്ധാർത്ഥൻ. ഗാഥ. അപ്പോഴേ എന്നോട് പറ, ഐ ലവ് യു. പ്രണയവിവാഹമാണോ? അതെ അതെ ആണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിൽ. അപ്പോൾ BDS. ഗാഥ ഡെന്റിസ്റ്റ് ആണോ? ഗാഥ ഡെന്റിസ്റ്റ് ആണ്. ഗാഥ പ്രാക്ടീസിങ് ഡെന്റിസ്റ്റ് ആണോ അതോ സിംഗിങ് ഡെന്റിസ്റ്റ് ആണോ? ഇപ്പോൾ എൻ്റെ മാനേജർ ഡെന്റിസ്റ്റ് ആണ്. എന്നാലും ആള് ഇപ്പോൾ ഓൺലൈനായിട്ട് പൈസയും വിളി കൊടുക്കരുത്. ഇല്ല, അത് മാത്രമല്ല, ഇപ്പം വേറെ 1-2 പേരുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ആ ഒരു പാട്ടിലൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. ശ്രീ ജോ ആൻ്റണി, ഹരിശങ്കർ വിചാരിച്ച പേര് അപ്രൂവ് ചെയ്തു? അപ്രൂവ്ഡ്. നമുക്കൊരു ചെറിയ കളി കളിക്കാം. ഹരിശങ്കറിൽ നിന്ന് യെസ് നോ ഇല്ല. ഓക്കെ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് എന്നാണ് ഉത്തരമെങ്കിൽ ഏതെങ്കിലും ഒരു മലയാള പാട്ടിൻ്റെ ഒരു വരി അല്ലെങ്കിൽ 2 വരി മൂളിയാൽ മതി. നോ എന്നാണ് ഉത്തരമെങ്കിൽ അന്യഭാഷ മൂളണം. അന്യഭാഷ മൂളണം. മദ്രാസിലല്ലേ താമസിക്കുന്നത്, അല്ലെങ്കിലും അന്യഭാഷ ഇഷ്ടം പോലെ. ഈ ഐഡിയ ആരാ തന്നെന്ന് എനിക്കറിയാം. ആരാണ്? താങ്കളുടെ മകൻ. കുട്ടികൾക്കല്ലേ ഹരിശങ്കർ എന്ന് പറയാൻ അത്ര ക്രൈസ് ആണല്ലേ? അറിയാം. ആരംഭിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അശ്വമേധത്തിൻ്റെ ഈ സീസണിലെ 50-ാം എപ്പിസോഡിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ ആഘോഷ നിമിഷങ്ങൾക്ക് ഹരിശങ്കറിൻ്റെ സംഗീത ഉത്തരങ്ങളിലൂടെ സമർപ്പണം. ആദ്യ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്, ആദ്യ 10 പാട്ടുത്തരങ്ങളുടെയും മേഖലയിലേക്ക് യാഗം. ഹരിശങ്കർ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണ്. ആലോലം ചാഞ്ചാടും നാളത്തിൽ ചേരുന്നേ. ജീവിച്ചിരിപ്പുണ്ടോ? പേസാത മൊഴിയെ പൊഴിയാത പനിയെ പുലരാത പൂഞ്ചോലയെ. ഇന്ത്യൻ? പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ. മലയാളി? പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. 1950 ശേഷം മരണം. நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போதவில்லையே. 1900 ശേഷം മരണം. കൊടിസു കൊടിസു കിംചിത്തു കരുണയാങ്കന ബടിസു ബടിസു. 800 ശേഷം മരണം. അല്ല, കഴിഞ്ഞ ചോദ്യത്തിലൊരു കറക്ഷൻ, ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കണം. 1950 ശേഷം മരണം അല്ല എന്നാണ് അദ്ദേഹം പാടിയത്.
1950 50 ശേഷം. അല്ല 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 അതല്ല അത് ചോദ്യം. കഴിഞ്ഞിട്ട് 1900 ശേഷം മരണം. ഓ മരണം എന്നാണ് ചോദിച്ചത്. ഞാൻ ജനനം എന്നാണ് വിചാരിച്ചത്. അല്ല, മരണം. ഓക്കെ, അപ്പം ഞാൻ മലയാളം പാട്ട് പാടാം. 1950 ശേഷം മരണം എന്നുള്ളതിന് അത് തമിഴ് കറക്റ്റ് അത് correct. അത് കറക്റ്റ് ആയിരുന്നു. 1900 ശേഷം മരണം. ശ്വേടാ, ഇത് വലിയ കഷ്ടമായിരുന്നു. ഇപ്പം മലയാളമല്ലേ ഞാൻ പാടുന്നത്. അതെ. ഇത് കേട്ടിട്ട് യെസോറിനെ വെച്ച് അനലൈസ് ചെയ്യുന്ന എന്റെയും ബുദ്ധിമുട്ടാണ്. അതാണ് എന്തൊരു കഷ്ടപ്പാട്. വെണ്ണിലവേ നിന്നരികിൽ. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ മരിച്ച ഒരു മലയാളി, അതാണ് ഇതുവരെ എത്തിയ മേഖല. രാഷ്ട്രീയം, കല, സാഹിത്യം, ഇതിലൊന്നാണോ പ്രധാനം? ഞാനിപ്പോൾ ആലോചിക്കുന്നത് മലയാളം പാട്ടാണ്. അതാണ് പ്രശ്നം. എനിക്ക് പെട്ടെന്ന് പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ യെസോറിനെ പറയാം. അപ്പോൾ ഇനി കുറച്ച് നേരം യെസോറിനോ? യെസ്. രാഷ്ട്രീയം. ബഹുമുഖ പ്രതിഭ. അല്ല, പ്രധാനമായി അദ്ദേഹത്തിൻ്റെ പ്രശസ്തി രാഷ്ട്രീയത്തിലാണോ? വേറെയും മേഖലയുണ്ട്, അതിൽ തന്നെ വേറെയും മേഖലയുണ്ട്. വേറെ മേഖലകളിലുണ്ടോ രാഷ്ട്രീയം? ഇതിൽ തന്നെ ഒന്നിലേറെ മേഖലകളിലുണ്ടോ? ഉണ്ട്. സാഹിത്യത്തിലുണ്ടോ? ഉണ്ട്. 10 ചോദ്യങ്ങൾ യജ്ഞം. ചെറുകഥയോ നോവലോ ആണോ പ്രധാനം? അല്ല. അല്ല. കവിത? പ്രധാനമല്ല, എന്നാൽ കവിത എഴുതും. കവിത എഴുതും. കവി എന്നുള്ളതല്ല പ്രധാനം. കവിയാണ്. കവിയുമാണ്. കവിയുമാണ്, വേറെയും എഴുതും. സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല കവി തന്നെയാണ്. കവിയാണ്. കവി എന്ന രീതിയിൽ അറിയപ്പെട്ട ആളാണ്. കവിയാണ്. സാധാരണഗതിയിലാണ് മരണമെന്ന് ഞാൻ ചോദിച്ചു. അതിന് എന്താ പറഞ്ഞേ? നോർമൽ ഡെത്ത് ആണോ? അതെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ? അല്ല. മലബാർ? പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്? അല്ല. കൊച്ചി പ്രജാമണ്ഡലത്തിൽ അംഗമായിരുന്നോ? കൊച്ചി പ്രജാമണ്ഡലത്തിലോ കൊച്ചിൻ അസംബ്ലിയിലോ തിരുക്കൊച്ചിയിലോ അങ്ങനെ ഏതെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ ഇരുന്നിട്ടുണ്ടോ? കൗൺസിൽ ഉണ്ടായിരുന്നോ? കൊച്ചി കൗൺസിൽ ഉണ്ടായിരുന്ന കവിയാണ്. 16 ചോദ്യങ്ങൾ രാജസൂയം. അദ്ദേഹം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു. അതെ, ആയിരുന്നു. കണ്ടുപിടിക്കും. അദ്ദേഹത്തിന് എന്തെങ്കിലും വിശേഷണങ്ങൾ, ബഹുമതികൾ ഇവയൊക്കെ ലഭിച്ചിട്ടുണ്ട്? യെസ്. ശ്രീശങ്കരാചാര്യ സ്വാമി മുന്നം കാശിയിൽ പോയി കുളി കഴിഞ്ഞ് ഈശ്വരനെ കാണുവാൻ പോകുമ്പോഴുണ്ടായ പേശൽ നീ കേൾക്കടി യോഗപ്പെണ്ണേ, മോശത്തരം കാണുക ജ്ഞാനപ്പെണ്ണേ എന്നാരംഭിക്കുന്നതാണോ അദ്ദേഹം മലയാള സാഹിത്യത്തിന് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന? എനിക്ക് പാടാനറിയില്ല. ശ്രീശങ്കരാചാര്യ സ്വാമി മുന്നം, അത് ജാതിക്കുമ്മിയുടെ ആരംഭ വരികളാണ്. അതെ. ശ്രീശങ്കരാചാര്യ സ്വാമി മുന്നം കാശിയിൽ പോയി കുളി കഴിഞ്ഞ് ഈശ്വരനെ കാണുവാൻ പോകുമ്പോഴുണ്ടായ പേശൽ നീ കേൾക്കടി യോഗപ്പെണ്ണെ, മോശത്തരം കാണുക ജ്ഞാനപ്പെണ്ണെ എന്നാണ് ജാതിക്കുമ്മി ആരംഭിക്കുന്നത്. അപ്പം ഞാൻ പോട്ടെ. കവി തിലകമായിരുന്നു കേട്ടോ അദ്ദേഹം. അതെ, അദ്ദേഹം കവി തിലകം എന്നറിയപ്പെട്ട ആളാണ്. ഈ അക്കാലത്തിന് തൊട്ട് മുമ്പ് വരെയൊക്കെയുള്ള, അല്ലെങ്കിൽ ആ കാലത്തിന് ഒരല്പം മുമ്പ് വരെയുള്ള മലയാള സാഹിത്യം, വീണപൂവ് കുമാരനാശാൻ എഴുതുന്നത് വരെയും നാലും കൂട്ടി മുറുക്കി അത്യാവശ്യം ശൃംഗാര ശ്ലോകങ്ങളൊക്കെ ചമച്ച് ചൊല്ലുന്ന വെൺമണി അപ്പൻമഹൻ നമ്പൂതിരിമാരുടെ താമ്പൂല രസായന പ്രാക്ടീസുകളുടെ സമയത്ത് ചെയ്യുന്ന ഏറെക്കുറെ ശൃംഗാര ശ്ലോകങ്ങളാണ് കവിത, അതാണ് പദ്യം എന്ന് ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാള കവിതയിൽ. അവിടെയാണ് അടിച്ചമർത്തപ്പെട്ടവരുടെയും കീഴാളരുടെയും ദളിതരുടെയും കൂടി
ഭാഗമായി നിന്നുകൊണ്ട് മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റിക്ക് വേണ്ടി വാക്കും ആശയവും ജീവിതവും ഉയർത്തി ഈ മനുഷ്യൻ പോരാടിയത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്താ പറയുക, ഈ അധസ്ഥിതരുടെ അക്ഷര തമ്പുരാൻ എന്ന് വിളിക്കപ്പെട്ടു സാക്ഷാൽ കവിത്തിലകം പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് മനസ്സിലെങ്കിൽ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ജാതിക്കുമ്മി മലയാള ചരിത്രത്തിൽ, മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ അത്ര ശ്രദ്ധേയമാണ്. അത് പാടാനും ഗംഭീര വരികളാണ്. ഒരു ദിവസം അതൊന്ന് വായിച്ചിട്ട് ആദ്യത്തെ 4 വരിയെങ്കിലും പാടണം. ശ്രീശങ്കരാചാര്യ സ്വാമി മുന്നം കാശിയിൽ പോയി കുളി കഴിഞ്ഞ് ഈശനെ കാണുവാൻ പോയപ്പോഴുണ്ടായ പേശൽ നീ കേൾക്കടി ജ്ഞാനപ്പെണ്ണേ പേശൽ നീ കേൾക്കടി യോഗപ്പെണ്ണേ മോശത്തരം കാണുക ജ്ഞാനപ്പെണ്ണേ എന്നാണ് തുടങ്ങുന്നത് ധ്യാനിക്കും. ഗംഭീരം. ഞാനാണ് പറയട്ടെ ഗംഭീരം. കാരണം ചേട്ടാ ഇത് നേരിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പലവരും ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഹരിശങ്കർ ഇപ്പോൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പേര് വിചാരിച്ചാൽ ഈസിയായി ജയിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ ഇത് ഏറ്റവും ഉചിതമായ ഒരു പേര് വിചാരിച്ചു ഈ ദിവസം എന്നുള്ളതാണ്. കാരണം ഈ 50 ആണ് താങ്കൾക്ക് തന്ന സൂചന. ബിബ്ലിക്കലി 50 ഫ്രീഡത്തിൻ്റെയും റിലീസിൻ്റെയും കൂടി ചിഹ്നമാണ്. മോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കൂടി പ്രതീക്ഷകൾ പേറുന്ന സംഖ്യയാണത്. മലയാള സമൂഹത്തിന് നവോത്ഥാനവും മോചനവും നൽകിയ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മുകളിലുള്ള ഒരു പേരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റേത്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്. തലപ്പാവടിഞ്ഞുകൊണ്ട് നിൽക്കുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ചത് ഈ ലോകം തൊലി വെളുത്തവരുടേത് മാത്രമല്ല എന്നുള്ളത് അല്ലേ? അത് ഗംഭീരം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ പ്രമുഖനായ മലയാള കവി, നാടകകൃത്ത്, സാമൂഹിക പരിഷ്കർത്താവ്, ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടിയ മഹാന്മാരിൽ ഒരാൾ. 14-ാം വയസ്സിൽ കവിതകൾ എഴുതി തുടങ്ങിയ ഇദ്ദേഹം 20ഓളം കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട്. എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിരുന്നു. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ വിദ്വാൻ ബഹുമതിയും കൊച്ചി രാജാവ് കവിതിലകൻ സാഹിത്യ നിപുണൻ എന്നീ ബഹുമതികളും നൽകി ആദരിച്ചിട്ടുണ്ട്. കേരള ലിങ്കൺ എന്ന പേരിലും പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്നു. ജാതിയിലെ ഉച്ചനീചത്വങ്ങളെ വരച്ചുകാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രചനയാണ് പ്രശസ്തമായ ജാതിക്കുമ്മി എന്ന കവിത. അപ്പോൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഒരു ചടങ്ങുണ്ട്. ചടങ്ങ് ഷുഗറൊന്നും ഇല്ലല്ലോ? ഇല്ല. നമുക്കൊരു കേക്ക് അങ്ങ് കട്ട് ചെയ്താലോ? ഷുവർ, പിന്നെന്താ. ഒരു കേക്ക് കട്ട് ചെയ്യുന്നത് കൊണ്ട് ഒടുങ്ങില്ല ഈ ദിവസം. കേക്കും പാട്ടും, അല്ലെങ്കിൽ കേക്ക് തിന്ന് പാട്ട് കേൾക്കാം. 21 ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊണ്ട് മനസ്സിലെ പേര് കണ്ടുപിടിക്കുന്ന ഈ വൈജ്ഞാനിക യാത്രയുടെ ഈ സീസണിലെ 50-ാം എപ്പിസോഡിൻ്റെ സുവർണ ജൂബിലി എപ്പിസോഡിൻ്റെ ആഘോഷത്തിന് കേക്ക് മുറിക്കാനും അതിനോടൊപ്പം പാട്ടുകൾ പാടാനും ഹരിശങ്കർ തയ്യാർ. ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ആദരണീയനായ ജൂറി അംഗം, സമാജ്വാദി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ ജോ ആന്റണി, നമ്മുടെ സഹയാത്രിക അനീഷ കരുൺ. പ്ലീസ്. വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും അല പോലവൾ എന്നിൽ വല നെയ്തൊരു സ്വപ്നം മിഴി മൂടുമീ നേരം ഇരുൾ വീശുമീ നേരം മായുമോ മാറുമോ കാനൽ കാർമേഘം. ഓ യെസ്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാം. കം ഓൺ. ഈ കേക്ക് കണ്ടിട്ട് പക്ഷേ കട്ട് ചെയ്യാൻ തോന്നുന്നു. അതെ, നല്ല കേക്ക്. നൈസ്. വരൂ ചേട്ടാ, വരൂ സർ. അമ്പത് എപ്പിസോഡ് താങ്ക് യു. അപ്പോൾ
ഇനിയാണ് ഇതിലെ ക്ലൈമാക്സ്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ കേക്ക് കഴിക്കാം ആദ്യം. കേക്ക് കഴിക്കാം. പുതിയ പാട്ടുണ്ടല്ലോ നമ്മുടെ ARM. ആ പാട്ട് ഹരിശങ്കർ പാടുമ്പോൾ ഡാൻസ് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. ഓ ഓക്കെ ശരി. റെഡി? റെഡി. ഹരിശങ്കർ പാടുന്നു, അനീഷ ഡാൻസ് ചെയ്യുന്നു. പാവം കുട്ടി. അശ്വമേധത്തിന്റെ 50ാം എപ്പിസോഡിന്റെ ആഘോഷ രാവ്. ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ്? കിളിയേ തത്ത കിളിയേ കൊഞ്ചി പറന്നൻ കൂട്ടിലെത്തൂലേ നിറയെ ചിന്നിച്ചിതറും കൊതിയാ കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാൻ തങ്കമേ 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 തന്നാനേ. സ്റ്റെപ്പൊന്നും ഇട്ടില്ലല്ലോ, ചുമ്മാ കൈവിട്ട്. നന്ദി ഹരിശങ്കർ. ഈ ഏജ് ഈസ് എ നമ്പർ ഓൺലി എന്ന് പറയും അല്ലേ? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ അല്ലേ? 50 ഒരു സംഖ്യ മാത്രം. ഹരിശങ്കർ അൻപുള്ള പാട്ടുകൾ കൊണ്ട് സംഗീത സാന്ദ്രമാക്കിയ ഈ 50ാം എപ്പിസോഡ് പിന്നിട്ട് അടുത്ത ദിവസം 21 ചോദ്യങ്ങളുടെ താക്കോൽ കൊത്തുപയോഗിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ മണിച്ചേപ്പിൽ ഒളിപ്പിച്ച വ്യക്തിയെ കണ്ടെത്തുന്ന ഈ വൈജ്ഞാനിക യാത്രയിൽ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്നതുവരെ ചിന്തകളുടെ വസന്തമലർവാടിയിൽ ഇച്ഛാശക്തിയുടെ കാകളിവാടി കർമ്മത്തിൻ്റെ കാഹളമൂതി വൈജ്ഞാനികമായ ഉണർവുറക്കങ്ങൾക്ക് വേണ്ടി ശുഭരാത്രി. ഗുഡ് നൈറ്റ്. എന്താ പറഞ്ഞത്? നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിലേക്ക് ഓടിക്കളിച്ചെത്തുന്ന ഓർമ്മകളുടെ കൊതുമ്പ് വള്ളത്തിലേറി സരിത. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു. കിളിമാനൂർ എന്ത് രസമുള്ള സ്ഥലമല്ലേ? അതെ, ഇപ്പോഴും. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? അല്ല, അത്രയും പ്രശസ്തരായ ബന്ധുക്കളൊന്നുമില്ല. ഇല്ല. അല്ല, ഇത് ക്വസ്റ്റ്യൻ ആണോ? എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്ത? 4 സിനിമയിൽ ഇപ്പം അഭിനയിച്ചു. കിളിമൈനേ തേനൂട്ട് കുഞ്ഞുമോളെ താരാട്ട്. ഉറങ്ങിയ Anisha Karun's Costume and Ornament Courtesy, Inspire Bridal Studio and Unisex Saloon, Karamana, Trivandrum.